السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, രക്ഷിതാക്കളെ, സർവശക്തനും സർവ്വലോക നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ച് മരിച്ചു പോകാൻ ശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താലും കാരുണ്യത്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ ഇഷ്ടപ്പെടുന്ന മാസത്തിലാണ്, അവൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്താണ്, സന്ദർഭത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്നൊരു അമലായി നമ്മിൽ നിന്നും ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദുനിയാവിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി തൊട്ടടുത്തൊരു ഷോപ്പിൽ പോയി ഒരു പ്രൊഡക്റ്റ് നാം പർച്ചേസ് ചെയ്യുമ്പോൾ, ഒരു ഉൽപ്പന്നം നാം വാങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് കസ്റ്റമറിന് ലഭിക്കുന്ന ഒരു സംഭവമാണ് കാറ്റലോഗ് എന്നുള്ളത്. ഒരു മൊബൈൽ ഫോൺ ആകട്ടെ, ഒരു ഫ്രിഡ്ജാകട്ടെ, ഒരു TV ആകട്ടെ, എന്തെങ്കിലും നാം പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കും ഒരു കാറ്റലോഗ്. ഇത് ഏത് രൂപത്തിൽ ഉപയോഗിക്കണം, ഏതെല്ലാം രൂപത്തിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല, എങ്ങനെ ഉപയോഗിച്ചാലാണിത് കൂടുതൽ ഈട് നിൽക്കുക, ഈ രൂപത്തിലെല്ലാം ഉപയോഗിച്ചാൽ ഇത് പെട്ടെന്ന് കേടായി പോകും എന്നിങ്ങനെ തുടങ്ങി അതിൻ്റെ ഉപയോഗക്രമത്തെ പരിചയപ്പെടുത്തുന്ന ഒരു കാറ്റലോഗ് നമ്മുടെ കൈകളിലേക്ക് നൽകും. പ്രിയമുള്ളവരെന്ന് ആലോചിച്ച് നോക്കി, ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പറഞ്ഞയച്ചു. എന്നാൽ പറഞ്ഞയച്ചതിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുൽക്കിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആരാണ് ഈ ഭൂലോകത്ത് നല്ല രൂപത്തിൽ അമലുകൾ ചെയ്ത് ജീവിക്കുന്നത്? അഹ്സനു അമല, ഏറ്റവും നല്ല കർമ്മമാണ് ആരാണ് നിർവഹിക്കുന്നത് എന്ന പരീക്ഷണമാണ് ദുനിയാവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദുനിയാവിലൊരു മനുഷ്യൻ ഏത് രൂപത്തിൽ ജീവിക്കണം,
ഏതെല്ലാം രൂപത്തിൽ അവൻ ജീവിക്കാൻ പാടില്ല, എന്തിൽ നിന്നെല്ലാം അവൻ വിട്ടു നിൽക്കേണ്ടതുണ്ട്. ഫഹദൈനാഹു നജ്ദൈൻ, രണ്ട് മാർഗങ്ങൾ, സ്പഷ്ടമായ രണ്ട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിച്ചു തന്നു. ഈ മാർഗേണ നീ സഞ്ചരിച്ചാൽ അവസാനം നിനക്ക് എത്തിപ്പെടാനുള്ളത് സുഖാനുഭൂതികളുടെ സ്വർഗമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യതിരിച്ചുകൊണ്ട് ഈയൊരു മാർഗേണയാണ് നീ സഞ്ചരിക്കുന്നത് എങ്കിൽ അവസാനം നിനക്ക് എത്തിപ്പെടാനുള്ളത് ഭയാനകതയുടെ നരകമാണെന്നിങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും, എന്തിൽ നിന്നെല്ലാം അവൻ വിട്ടു നിൽക്കേണ്ടതല്ലോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് പഠിപ്പിച്ച് നൽകുന്ന വളരെ മഹനീയമായൊരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൻ്റെ പവിത്രത, റമളാനിൻ്റെ പോരിശ എന്താ? വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ റമളാൻ മാസം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ മുഖേന മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാസങ്ങളിൽ ഏറ്റവും പവിത്രമായ റമളാൻ മാസത്തിലൂടെ ദിവസങ്ങളിൽ ഏറ്റവും പവിത്രമായ 1000 മാസങ്ങളെക്കാൾ പവിത്രതയുണ്ടെന്ന് പഠിപ്പിച്ച ലൈലത്തുൽ ഖദറിൽ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ച് നൽകി. ആ വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് മാർഗദർശിയ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, വിശ്വാസികൾക്ക് മുത്തഖീകൾക്ക് മാർഗദർശിയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. സ്വന്തത്തോടൊന്ന് ആലോചിച്ചു നോക്കി. ഒരു റമളാൻ ജീവിതത്തിൽ ലഭിച്ചിട്ട്, ഒരു റമളാൻ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ട് ആ ഖുർആനുമായി എനിക്ക് ബന്ധം പുലർത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ആത്മാർത്ഥമായി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് കാരുണ്യമായിട്ട് അവതരിപ്പിച്ച് നൽകിയതാ. മനുഷ്യൻ്റെ ശരീരത്തിൽ, മനുഷ്യൻ്റെ ഹൃദയത്തെ ബാധിക്കുന്ന എല്ലാവിധത്തിലുള്ള രോഗങ്ങൾക്കും ഷിഫാഉൽ ലിമാ ഫിസ് സുദൂർ, അവൻ്റെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ആശ്വാസമാണ്, ശമനമാണ് വിശുദ്ധ ഖുർആൻ. എന്നാൽ പ്രിയമുള്ളവരെ, ആ വിശുദ്ധ ഖുർആൻ നമുക്ക് മാർഗദർശിയായി മാറിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 2 പേജ് വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്താൽ എൻ്റെ പ്രയാസം നീങ്ങിക്കിട്ടുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കി. നമ്മുടെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അഹീന അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. റബ്ബിനോട് നാം നിരന്തരം പ്രാർത്ഥിക്കുന്നവരാ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. ആ രൂപത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമെന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ ഇഹപരമോചനത്തിനുള്ള, ഇഹപര ജീവിതത്തിൽ അവന് വിജയം ലഭിക്കാൻ നിദാനമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ പവിത്രത ഒരുപാട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ്റെ ഹദീസുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നാളെ റബ്ബിൻ്റെ മുമ്പിലെത്തി നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന ലില്ലാഹി അഹാലീന മിനന്നാസ്. ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടപ്പെട്ട ചില ആളുകളുണ്ട്. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ആരാണ് റസൂലേ അവർ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഹും അഹ്ലുൽ ഖുർആൻ. അവൻ അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ആളാ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സുകളിരിക്കുന്ന ആളാ, വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധം പുലർത്തുന്ന ഹും അഹ്ലുൽ ഖുർആനി വ ഖാസതുഹു. അവൻ ഖുർആനിൻ്റെ പഠിതാവാ, ഖുർആനുമായി നിരന്തരം ബന്ധം പുലർത്തുന്നവനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ. പ്രിയമുള്ളവരെ, ആ ഖുർആനുമായി ബന്ധം പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു തുറന്ന മനസ്സുമായി വിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യുകയാണെങ്കിൽ ഏതൊരു വ്യക്തിയെയും അതിലാകർഷിക്കും, ഏതൊരു വ്യക്തിയെയും അതിലേക്ക് ആകർഷിക്കും. നമുക്കറിയാം, ലോകത്തൊരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ജീവിത രീതി കണ്ടുകൊണ്ട് പലരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും അതിലേക്ക് കടന്നു വരാൻ കാരണമായി തീരുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ കാലഘട്ടത്ത് അധികം ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ആ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ്. അത് കേൾക്കുന്ന സമയത്ത് പലരും ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ പഠനം നടത്തണമെന്ന ബോധ്യത്തോടുകൂടെ, നിഷ്പക്ഷ നിലപാടോടുകൂടെ, മുൻവിധിയില്ലാതെ
വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആനിലേക്ക് അവൻ ആകർഷിച്ചു കൊണ്ടേയിരിക്കും. എത്രയെത്ര ശാസ്ത്രജ്ഞന്മാരാണ്, എത്രയെത്ര ഡോക്ടേഴ്സാണ് ഈ വിശുദ്ധ ഖുർആനിൻ്റെ മഹിമ കണ്ടുകൊണ്ട്, അതിലുള്ള അത്ഭുതം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നുത്ഫത്ത് എന്നുള്ളൊരു വാക്ക് കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അമേരിക്കയിലൊരു ഡോക്ടറുണ്ട്. നുത്ഫത്ത് എന്നൊരു വാക്ക് ആ വിശുദ്ധ ഖുർആനിൽ ഒട്ടനേകം വാക്കുകളിൽ റബ്ബ് പ്രയോഗിച്ചതിൽ നുത്ഫത്ത് എന്നൊരു വാക്ക് കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അലം യകു നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ, മനുഷ്യ തെറിച്ച് വീഴുന്നൊരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ലക്ഷോപലക്ഷം ബീജങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജമായിരുന്നില്ലേ? അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. മനുഷ്യ നീ തെറിച്ചു വീഴുന്നൊരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നല്ലോ. ആ രൂപത്തിൽ നിന്ന് റബ്ബ് ഇങ്ങനെ മനുഷ്യന്റെ ഘട്ടങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയാ. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما. എത്ര സുന്ദരമായ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പ്, പ്രിയമുള്ളവരെ, ശാസ്ത്രത്തിന്റെ പടി കയറിയിട്ടില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനല്ലേ? ആ വിശുദ്ധ ഖുർആനിലൂടെ ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമെന്താ? പ്രവാചകന്റെ ക്വാളിറ്റി എന്തായിരുന്നു? ക്വാളിഫിക്കേഷൻ എന്താ? അന്നബിയൽ ഉമ്മിയ്, നിരക്ഷരനായ പ്രവാചകനാ, എഴുത്തും വായനയും അറിയാത്ത ലോകത്തിന്റെ പ്രവാചകൻ. വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക ഇദൽ ലർതാബൽ മുബ്തിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ആ പ്രവാചകനുണ്ടല്ലോ, വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്, ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ മുമ്പ് ലോകത്തൊരുപാട് ഗ്രന്ഥങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഒരു ഗ്രന്ഥം പോലും പ്രവാചകരെ താങ്കൾ പാരായണം ചെയ്തിട്ടില്ലല്ലോ. വലാ തഖുത്തുഹു ബിയമീനിക, താങ്കളുടെ വലതുകൈ കൊണ്ട് എഴുതുക പോലും ചെയ്തിട്ടില്ല. ഇദല്ലർതാബൽ മുബ്തിലൂൻ. എഴുത്തും വായനയും അറിയുന്ന പ്രവാചകനായിരുന്നെങ്കിൽ, എഴുത്തും വായനയും അറിയുന്നൊരു റസൂലാണ് മുഹമ്മദെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ അവതരിച്ച വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്താൽ ഒരുപക്ഷെ മുശ്രിക്കുകൾ വിശ്വസിക്കുകയില്ലായിരിക്കും. അവർ പറയും മുഹമ്മദ് ഉണ്ടാക്കിയതാ, അതുകൊണ്ടാണ് ലോകത്തിൻ്റെ സട്ടാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ദൗത്യം ഏൽപ്പിച്ചത്. ആ പ്രവാചകനാണ് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തൊരു ശാസ്ത്രവും അതിൻ്റെ പഠനം തുടങ്ങിയിട്ടില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയാ. ഹുവല്ലദീ ഖലഖകും മിൻ നുത്ഫത്തിൻ ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر. ഒരു ബീജത്തിൽ നിന്ന് ഭ്രൂണമാക്കി, പിന്നീട് ഒരു മാംസപിണ്ഡമാക്കി, പിന്നീട് അവിടെ നിന്ന് മനുഷ്യൻ അസ്ഥികൂടമാക്കി സൃഷ്ടിക്കുകയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഓതിക്കൊടുക്കുന്നുണ്ട്, ഫകസൗനൽ ഇദാമ ലഹ്മാ. ആ അസ്ഥികൂടത്തിന് മുകളിൽ മനുഷ്യന്റെ മാംസം കൊണ്ട് റബ്ബ് പൊതിയുകയാ. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറാ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. മനുഷ്യനെ വേറൊരു രൂപത്തിലേക്ക് റബ്ബ് രൂപമാറ്റം ചെയ്തുകൊണ്ട് ലോകത്തേക്ക് കൊണ്ടുവരുന്ന വിശദമായി വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നാം കണ്ടെത്തിയ, ശാസ്ത്രം കണ്ടെത്തിയ ഇത്തരം ഘട്ടങ്ങൾ അത് കാണുമ്പോൾ അവർ ചിന്തിക്കുകയാണ്, എങ്ങനെ പ്രവാചകന് സാധിച്ചു? ഒരിക്കലും പ്രവാചകന്റെ ബുദ്ധി കൊണ്ട് പ്രവാചകന് ഇത്തരം രൂപത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. മനുഷ്യ സൃഷ്ടിപ്പിന്റെ സങ്കീർണമായ ഘട്ടങ്ങളെക്കുറിച്ച് ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ദൈവികമാണ്, ഇത് മനുഷ്യന്റെ കൈകടത്തലുകളില്ലാത്തതാ.
ഇത് ദൈവികമാണെന്നൊരു ബോധ്യം അവർക്ക് വരുമ്പോഴാണ് പ്രിയമുള്ളവരെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ കാരണമാകുന്നത് അത് പഠിക്കുന്നതിലൂടെ അവന് കണ്ടെത്താൻ സാധിക്കുകയാ. ഇത്തരം സങ്കീർണമായ ഘട്ടങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം റബ്ബ് പറയുന്നുണ്ട്, സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. ഇത്തരം സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ നിന്നെ വളർത്തിക്കൊണ്ടുവന്ന ലോകത്തിൻ്റെ സെട്ടാവ് ഈ ലോകത്ത് നിന്ന് നീ വിട പറഞ്ഞു പോകില്ലേ? സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. ആ ജീവിതത്തിന് ശേഷം നിനക്കൊരു മരണമുണ്ട്. സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. ആ മരണത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ജീവിതമല്ല മനുഷ്യനുള്ളത്. അന്ന് മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു, ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ ഇൻ ഹിയ ഇല്ലാ ഹയാതുനദ് ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. ജീവിതമുണ്ട്, മരണമുണ്ട്, എന്നാലോ വമാ നഹ്നു ബിമബ്ഊസീൻ. ആ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല, ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ കൊണ്ടുവന്നതിനെ നിരസിച്ചിരുന്ന അന്നത്തെ മുശ്രിക്കുകളുണ്ടല്ലോ, അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്തുകൊണ്ട്? ഇത് ദൈവികമാണെന്ന് തിരിച്ചറിവ. പ്രിയമുള്ളവരെ, ഇസ്ലാമിനെ കുറിച്ച് കൂടുതലായി പഠിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിലേക്ക് കൂടുതലായി ആഴ്ന്നിറങ്ങുമ്പോൾ ഈ രൂപത്തിലുള്ള പരിവർത്തനം നമുക്ക് കാണാൻ സാധിക്കും. തേനീച്ചയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതാ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ. തേനീച്ചക്ക് കൂടുകൂട്ടാനുള്ള ആ സ്ഥലങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ലോകത്തിൻ്റെ സെട്ടാവ്. വഔഹാ റബ്ബുക ഇലൻ നഹ്ലി. തേനീച്ചക്ക് ബോധനം നൽകിയതാരാ? ലോകത്തിൻ്റെ സെട്ടാവ്. ആ റബ്ബാണ് തേനീച്ചക്ക് ബോധനം നൽകുന്നത്. എവിടെ കൂടുണ്ടാക്കണം, ഏത് രൂപത്തിലാണ് വീട് സംവിധാനിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തത് ലോകത്തിൻ്റെ സെട്ടാവാ. മനുഷ്യനെ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കുകയും അതിനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്ത ലോകത്തിൻ്റെ സെട്ടാവ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നൊരു റബ്ബുണ്ട്. ഈ ലോകത്തിനെയെല്ലാം സൃഷ്ടിക്കുകയും അതിനെല്ലാം വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്ത ലോകത്തിൻ്റെ സട്ടാവ്. ആ റബ്ബിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. റബ്ബിൻ്റെ സൃഷ്ടിയല്ല, റബ്ബിൻ്റെ കലാം വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ഒരിക്കലും റബ്ബിൻ്റെ സൃഷ്ടിയല്ല വിശുദ്ധ ഖുർആൻ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിലേക്ക് കൂടുതലായി അടുക്കാൻ നാം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒട്ടനേകം കാര്യങ്ങൾ ഇന്ന് ശാസ്ത്രത്തിന് കണ്ടെത്താൻ പോലും സാധിക്കാത്ത പലതും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സൂര്യനെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ സൂര്യനെക്കുറിച്ച് മാത്രം പഠിച്ചാൽ ഒരാൾക്ക് റബ്ബിന് കീഴൊതുങ്ങി ജീവിക്കാൻ സാധിക്കും. 13.5 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അത്രയും വലുപ്പമുള്ള വ്യാപ്തിയുള്ള ആ സൂര്യനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ. വിശുദ്ധ ഖുർആനിലൊരു സൂറത്തിൻ്റെ പേര് ഷംസ് എന്ന, ഖമർ എന്ന് പേരുള്ളൊരു സൂറത്തുണ്ട്, നജ്മെന്ന് പേരുള്ളൊരു സൂറത്തുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലൂടെ കണ്ണോടിക്കുമ്പോൾ ഒരു മനുഷ്യന് അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ സാധിക്കാത്തതിലുമുപരിയുള്ള കാര്യങ്ങൾ വിശുദ്ധ ഖുർആന് പറയുന്നില്ലേ? അതുകൊണ്ടാണ് ലോകത്തിൻ്റെ സെട്ടാവ് പറയുന്നത്, കിതാബുൻ ആസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറൂ ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്തിനാ? ലിയദ്ദബ്ബറൂ ആയാതിഹി. അതിൻ്റെ ആയത്തുകളെ ഗവേഷണം നടത്തുന്നതിനാ. അതിൻ്റെ ആശയതലങ്ങളിലൂടെ കടന്നുപോയി ലോകത്തിൻ്റെ സട്ടാവ് എന്നോട് എന്താണോ പറയുന്നത് അത് കൃത്യമായി പഠിക്കാനാണ്, മനസ്സിലാക്കാനാ.
അതിനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് അധികം ആളുകളും ആ വിശുദ്ധ ഖുർആനിൽ നിന്ന് അതിനോട് വിമുഖത കാണിക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ സമുദായത്തിൽ അധികവും ഉള്ളത്. പേരിൽ അവൻ്റെ പേര് മുഹമ്മദ് എന്നുണ്ട്, അഹ്മദ് എന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിനോട് തീരെ അവൻ ഒരു രൂപത്തിലുമുള്ള സാമീപ്യവും കാണിക്കാതെ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലൂടെ സഞ്ചരിക്കുകയാ. ഖുർആൻ അത് ഏടുകളിൽ മാത്രം ഒതുങ്ങി, മുസ്ലിം എന്നുള്ളത് അവൻ്റെ പേരുകളിൽ മാത്രം ഒതുങ്ങി. ഈ രൂപത്തിലുള്ള അവസ്ഥ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ നാം ഭയക്കണം, ഖിയാമത്ത് നാൾ കടന്നു വരാൻ അധികമൊന്നും ഇനി സമയമില്ല. അതല്ലേ നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥ. കൂടെ ഇരിക്കുന്ന നമ്മുടെ കൂട്ടുകാരനെന്ന് വിളിച്ച് ചോദിച്ചു നോക്കി, വിശുദ്ധ ഖുർആനിൽ എത്ര സൂറത്തിൻ്റെ അർത്ഥം അറിയും? സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കി, അതിൻ്റെ അർത്ഥം പോലും അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കൗസർ, 3 ആയത്തുകളുള്ള സൂറത്ത്. ആ സൂറത്തിൻ്റെ അർത്ഥം, പദാനുപദമർത്ഥം എനിക്കറിയുമോ എന്ന് ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തോടൊരു വിലയിരുത്തൽ നടത്തുക. എനിക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം എത്രയാ? കഴിഞ്ഞൊരു റമദാൻ കഴിഞ്ഞ് അടുത്തൊരു റമദാനിലേക്ക് അൽഹംദുലില്ലാ ഈ വർഷത്തെ റമദാനിലേക്ക് പ്രവേശിക്കാൻ അവസരം ലഭിച്ചവരെന്ന നിലക്ക്, പ്രിയമുള്ളവരെ, കഴിഞ്ഞൊരു റമദാനിൽ ഒരുപാട് തവണ ഖുർആൻ ഖത്തം ഓതി തീർത്തവരായിരിക്കും നമ്മൾ. എന്നാൽ ഒരു വർഷക്കാലം ജീവിതത്തിലൂടെ കടന്നു പോയിട്ട് കാലചക്രത്തിൽ കറങ്ങി തീർന്നിട്ടും ഒരു തവണ പോലും വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ എന്നോട് ചോദിക്കുക. സ്വന്തം ഒരു വിലയിരുത്തൽ നടത്തുക. എനിക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം എത്രയാ? എനിക്കെത്രയുണ്ട്? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിൽ, അത് പഠിക്കുന്ന കാര്യത്തിൽ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. യൂട്യൂബുകളിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഖുർആൻ പാരായണം കേൾക്കാം, അത് പഠിക്കാം. QHLSകളുണ്ട് നമുക്ക്. നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന QHLSകളിൽ ഞാനും എൻ്റെ കുടുംബവും പങ്കെടുക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇതിൻ്റെ വിലയൊന്നും ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല. നാളെ പരലോകത്തെത്തിയിട്ട് വിരൽ കടിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ മനുഷ്യൻ പറഞ്ഞു നോക്കും, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹാ. അല്ലാഹുവേ, ഞാനിതാ കണ്ടിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. പലതും എന്നോട് പറഞ്ഞിരുന്നു, പക്ഷേ ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പോൾ ഇതെല്ലാം കൃത്യമാണെന്ന് മനസ്സിലാകുന്നുണ്ട് നാഥാ. ഫർജിഅനാ, എൻ്റെ ജീവിതത്തിലേക്കൊരു മടക്കം നൽകണമെന്ന് റബ്ബിനോട് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, പിന്നീട് ജീവിതത്തിലേക്കൊരവസരമില്ല. അതുകൊണ്ട് ലഭിച്ച കാര്യങ്ങൾ, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. 5 കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാണ് ഹയാതക ഖബ്ല മൗതിക. മരണം വരുന്നതിൻ്റെ മുമ്പ് റബ്ബ് നിനക്ക് നൽകിയ നിന്റെ ജീവിതത്തെ, ആയുസ്സിനെ നീ ഉപയോഗപ്പെടുത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, പ്രിയമുള്ളവരെ, മനുഷ്യരിൽ ഏറ്റവും ഉത്തമരാരാ? മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ആയുസ് ഒരുപാട് കിട്ടി, ആയുസ് നീട്ടി കിട്ടി. എന്നാൽ ജീവിതത്തിൽ അമലുകൾ ചെയ്യാത്തവനാണെങ്കിൽ അവനാണ് ഏറ്റവും മോശപ്പെട്ടവനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ ആയുസ് ലഭിച്ചു അതിനുപയോഗപ്പെടുത്തിയവരാ. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. ഒരേ സഫിൽ നമ്മുടെ കൂടെ നമസ്കരിച്ചിരുന്നവർ, ഒരേ സമയത്ത് നമ്മുടെ കൂടെ ഇഅ്തികാഫിന് പള്ളിയിലുണ്ടായിരുന്നവർ, ഒരേ നോമ്പുതുറക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയി. അവരും ആഗ്രഹിച്ചിരുന്നു ഇത്തരം ഒരു റമദാനിലേക്ക് എത്താൻ. എന്നാൽ റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകി ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. സ്വഹാബത്തിൻ്റെ ജീവിതത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ, ഒരു കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിൻ്റെ മുകളിൽ കയറി ആ സമുദായത്തെ മുഴുവൻ യഥാർത്ഥ തൗഹീദിൻ്റെ പാതയിലേക്ക് വിളിച്ചപ്പോൾ, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചത്, ഒരുമിച്ച് കൂട്ടിയത്? നീ നശിച്ചു പോകട്ടെ എന്ന് പ്രവാചകനെതിരെ പ്രാർത്ഥിച്ച, പ്രവാചകനെതിരെ ശാപം പറഞ്ഞിട്ടുള്ള അബൂലഹബ്,
ഇങ്ങനെ തുടങ്ങി അക്കാലഘട്ടത്തിൽ പ്രവാചകന്റെ കൂടെ പ്രവാചകൻ ശത്രുവായിട്ടുണ്ടായിരുന്ന പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഈ ഖുർആൻ ദൈവികമാണെന്നതിനുള്ളൊരു തെളിവാണ് പ്രിയമുള്ളവരെ. അബൂലഹബിന് ഇസ്ലാം സ്വീകരിക്കാൻ സാധിച്ചില്ല. അബൂലഹബ് ജീവിച്ചിരിക്കെയാണ് വിശുദ്ധ ഖുർആനിലെ 111 അധ്യായം മസദ് ഈ ലോകത്തേക്ക് അവതീർണമാകുന്നത്. അബൂലഹബ് ജീവിച്ചിരിക്കെയാണ് തബ്ബത് യദാ അബീ ലഹബി വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. ഇന്നിങ്ങനെ തുടങ്ങി അബൂലഹബിൻ്റെ ഇരു കൈകളും നശിച്ചു പോകട്ടെ, അവന് ശാശ്വതമായി നരകത്തിൽ കത്തിയെരിയേണ്ട മനുഷ്യനാണെന്ന് പറഞ്ഞിങ്ങനെ ആയത്തിറങ്ങുന്നത് അബൂലഹബ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്താ. പ്രിയമുള്ളവരെ, അബൂലഹബ് തമാശക്കെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ വൈരുദ്ധ്യമായി തീരുമായിരുന്നില്ലേ? ഈ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ലോകത്തോട് വൈരുദ്ധ്യമായി തീരുമായിരുന്നു. എന്നാൽ ഈ വിശുദ്ധ ഖുർആനിൽ അവതരിച്ചത് അത് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരുവിധ സ്ഖലിതങ്ങളും അതിൽ അകപ്പെട്ടു പോകില്ല എന്ന് ഈ വിശുദ്ധ ഖുർആൻ ഇത് അമാനുഷികമാണ്, ലോകത്തിൻ്റെ സട്ടാവിൻ്റെ ഗ്രന്ഥമാണ്, ദൈവികമാണെന്നതിനുള്ള ഒന്നാമത്തെ തെളിവാണ്. അബൂലഹബ് ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. തമാശക്ക് പോലും അബൂലഹബിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഇതിൻ്റെ മഹനീയതയെ ലോകത്തോട് വിളിച്ചു കൂവുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആനിൻ്റെ പവിത്രത സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം. സൂറത്തുൽ മുംതഹിന അതിലവസാനത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅകൽ മുഅ്മിനാത്ത്. അന്നത്തെ സ്വഹാബത്തിൻ്റെ ചരിത്രം പറയുകയാ. യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅകൽ മുഅ്മിനാത്ത് യുബായിഅനക അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ. പ്രവാചകരെ, അവിടെയുള്ള സ്ത്രീകളുണ്ടല്ലോ, താങ്കളുടെ അടുത്ത് വന്ന് ബൈഅത്ത് നടത്തുകയാണ്. എന്തിനു വേണ്ടിയാ? അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ. റബ്ബല്ലാത്ത ലാത്തയെയും മനാത്തയെയും യഊഖിനെയും വിളിച്ചു പ്രാർത്ഥിരുന്ന ആളുകളില്ലേ, അവർ പറയുകയാണ് ഒരിക്കലും റബ്ബല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കില്ല. തുടർന്ന് പറയുന്നുണ്ട്, വലാ യസ്രിഖ്ന, ഒരിക്കലും മോഷ്ടിക്കുകയില്ല. വലാ യസ്നീന വലാ യഖ്തുൽന ഔലാദഹുന്ന വലാ യഅതീന ബിബുഹ്താനി യഫ്തരീന. ഇങ്ങനെ തുടങ്ങിയവരുടെ ജീവിതത്തിൽ ചെയ്ത് വ്യഭിചരിക്കുകയില്ല, മോഷ്ടിക്കുകയില്ല, മക്കളെ ജീവനോടുകൂടെ കുഴിച്ചു മൂടില്ല എന്നിങ്ങനെ പറഞ്ഞ് പ്രവാചകരെ താങ്കളുടെ അടുത്ത് വന്ന് ബൈഅത്ത് നടത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫബായിഉഹുന്ന വസ്തഗ്ഫിർ ലഹുന്നല്ലാഹ്. പ്രവാചകരെ, അവരുമായി ബൈഅത്ത് നടത്തണം, അവർക്ക് പൊറുത്തു കൊടുക്കണമെന്ന്, റബ്ബിനോട് പൊറുക്കലിന് വേണ്ടി ചോദിക്കണമെന്ന് സൂറത്തുൽ മുംതഹിനയിലൂടെ പറഞ്ഞു തരുമ്പോൾ പ്രിയമുള്ളവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ്. അവരുടെ ജീവിതം വിശുദ്ധ ഖുർആൻ കൊണ്ട് പരിവർത്തനമുണ്ടായി. നമുക്കറിയാം, 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്തുണ്ടായിരുന്നൊരു അറേബ്യൻ സമുദായം ജീവിതത്തിൽ അനാവശ്യങ്ങളിൽ കൂപ്പുകുത്തി തുല്യതയില്ലാത്ത അധപ്പതനത്തിലേക്ക് പോയൊരു സമുദായത്തെയാണ് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കാരത്തിൻ്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് അവരെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ടെങ്കിൽ ആലോചിക്കുക വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. വല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തു. ആ വിശുദ്ധ ഖുർആനിലൂടെ അവരെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്നു. എത്രത്തോളം എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ലോകത്ത് നന്മ കൽപ്പിക്കുന്നതിനും തിന്മ വിരോധിക്കുന്നതിനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന ഏറ്റവും ഉത്തമമായ സമുദായമാക്കി ആ സമുദായത്തെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്നു. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിലൂടെ അവർക്ക് ഓതിക്കൊടുത്തു. രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ഒട്ടകത്തെ മേച്ചുകൊണ്ടിരുന്നൊരു സമുദായത്തോട് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. മനുഷ്യ, ഈ ഒട്ടകത്തിൻ്റെ പിന്നാലെ
2 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ജലാംശത്തിൻ്റെ കൃത്യതയെ മനസ്സിലാക്കാൻ ഒട്ടകത്തിന് കഴിവ് നൽകിയ ലോകത്തിൻ്റെ സട്ടാവിനെ കുറിച്ച് നീ ചിന്തിക്കുന്നില്ലേ? നിർത്തിയില്ല. വഇലസ്സമായി കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത്. 7 ആകാശങ്ങൾ, ബലിഷ്ഠമായ 7 ആകാശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമായി നമുക്ക് മുകളിൽ സംവിധാനിച്ച് നൽകി. മനുഷ്യനെ കൊണ്ട് ആടിയുലയാതിരിക്കാൻ പർവ്വതങ്ങളെ ഭൂലോകത്ത് സംവിധാനിച്ച ലോകത്തിൻ്റെ സട്ടാവ്. ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു. അവർക്ക് മനസ്സിലാക്കി ഇത് വിശുദ്ധ ഖുർആൻ ദൈവീകമാണ്, ഈ ഖുർആൻ പറഞ്ഞത് സത്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ലബീദ് ബിൻ റബീഅ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു. കാലഘട്ടത്തിൽ നമുക്കറിയാം മുഅല്ലഖാത്ത്, കവികളുടെ കാര്യത്തിൽ കവിതയിൽ വളരെ പ്രാവീണ്യമുള്ള ആളുകളായിരുന്നു. അങ്ങനെ ലബീദ് ബിൻ റബീഅ എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ കൗസർ അവതീർണമായപ്പോൾ കഅബയുടെ കില്ലയിൽ കൊണ്ടുപോയി സൂറത്തുൽ കൗസർ തൂക്കിയിടുകയാണ്. മീമില്ലാത്ത സൂറത്താണ് സൂറത്തുൽ കൗസർ. അവിടുത്തെ ആളുകൾക്കിടയിൽ, വളരെയേറെ മുശ്രിക്കുകൾക്കിടയിൽ ഇതിനെ കവച്ചു വെക്കുന്ന രൂപത്തിലുള്ള ഒരു കവിത രചിക്കണമെന്ന രൂപത്തിലുള്ള ചർച്ചകൾ കടന്നു വരികയാണ്. അവർ ആലോചിച്ച് അവസാനം അതിന് കഴിയുന്ന ആളായി തിരഞ്ഞെടുത്തത് ലബീദ് ബിൻ റബീഅയെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. വാർദ്ധക്യത്തിൻ്റെ അവശതയിലെത്തി നടക്കാൻ പോലും കഴിയാത്ത ലബീദിനെ ചുമലിലേറ്റിക്കൊണ്ട് കഅബയുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് കഅബയുടെ കില്ലയിൽ തൂക്കിയിട്ടിട്ടുള്ള ആ വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും ചെറിയ സൂറത്ത്, സുന്ദരമായ 3 വചനങ്ങൾ അദ്ദേഹം പാരായണം ചെയ്തു. 2-3 തവണ ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കണം. ആ മുശ്രിക്ക് ഈ കൂട്ടം അദ്ദേഹത്തെ ചുമലിലേറ്റിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. ലബീദ് ഇതിനെ കവച്ചു വെക്കുന്ന രൂപത്തിലുള്ളൊരു കവിത ചെല്ലുമെന്ന, ഒരു കവിതാശകലം അവിടെ നിന്ന് ഉച്ചരിക്കുമെന്ന വിശ്വാസത്തോടുകൂടെ കാത്തിരിക്കുന്ന ജാഹിലിയത്തിൻ്റെ ജനതയ്ക്ക് മുമ്പിലേക്ക് ലബീദ് അവിടെ നിന്ന് പാടുന്നുണ്ട്. അൽഹംദുലില്ലാ ഇദ് ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സർബാലാ. പ്രിയമുള്ളവരെ, ലബീദ് അവിടെ നിന്ന് ഉച്ചരിക്കുകയാ, അൽഹംദുലില്ലാ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഇദ് ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സർബാലാ. ഈ ഇസ്ലാം എന്ന വസ്ത്രം ധരിക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ റൂഹ് പിടിക്കാതെ ഈ ഇസ്ലാം എന്ന വസ്ത്രം ധരിക്കുന്നത് വരേക്കും എൻ്റെ ആയുസ് നീട്ടി നൽകിയ ലോകത്തിൻ്റെ സട്ടാവില്ലേ, ആ റബ്ബിനാണ് സ്തുതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കവിത ചൊല്ലുമ്പോൾ, പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ കൗസറിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആലോചിച്ചു നോക്കി. ആ വിശുദ്ധ ഖുർആൻ എത്ര കാലമായി നാം പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട്? ഏതെങ്കിലും ഒരായത്ത് നമുക്ക് പറയാൻ സാധിക്കുമോ, ഈ ആയത്ത് കേട്ടിട്ടാണ് ഇന്ന തിന്മ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റിവെച്ചത്, ഈ ഒരായത്ത് കേട്ടപ്പോഴാണ് ലോകത്ത് വരാനിരിക്കുന്ന ഭയാനകരമായ ഒരു ദിവസമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നെനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? കാരണം നമ്മുടെ പാരായണം ആ ഒരവസ്ഥയിലേക്ക് ഉയർന്നിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബ ഒരായത്ത് കേട്ടാൽ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുമായിരുന്നു. ഒരു 10 ആയത്ത് അവതീർണമായാൽ അത് പഠിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയതിന് ശേഷമാണ് അവർ അടുത്തത് പഠിക്കാറുണ്ടായിരുന്നുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിൻ്റെ 130 വചനം അവതീർണമായപ്പോൾ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലുർ റിബാ അദ്ആഫൻ മുദാഅഫാ. വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതീർണമാവുകയാ, പലിശ നിരോധിച്ചിരിക്കുന്നു, പലിശയുടെ ഭക്ഷണം നിങ്ങൾ കഴിക്കല്ലേ, പലിശയിലൂടെ സമ്പാദിക്കല്ല, പലിശയിൽ നിന്ന് വിട്ടു നിൽക്കണം, അത് ഹറാമാണെന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിറങ്ങുമ്പോൾ, പ്രിയമുള്ളവരെ, തനിക്ക് ലഭിക്കാനിരുന്ന ഒരുപാട് സമ്പത്ത്, പലിശയിലൂടെ ലഭിക്കാനിരുന്ന
അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു എല്ലാം ഒഴിവാക്കുകയാണ്. അതാണ് ജീവിതത്തിലുണ്ടായ പരിവർത്തനം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മദ്യം നിരോധിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ ആയത്തിറങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കറിയാം നാം ജീവിക്കുന്ന കാലഘട്ടമില്ലേ, ലഹരിക്കടിമപ്പെട്ടു പോയ കൗമാരത്തിൻ്റെ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആളുകളല്ലേ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ കൊണ്ട് പ്രവാചകൻ പരിവർത്തിപ്പിച്ചൊരു സമുദായമുണ്ട്. മദ്യപാനമില്ലാതെ ജീവിക്കാൻ സാധിക്കാൻ കഴിയാതിരുന്നൊരു സമുദായമില്ലേ, ആ സമുദായത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ കൊണ്ട് പരിവർത്തിപ്പിക്കുകയാണ്. ലോകത്തൊരുപാട് ആളുകൾ ഇന്ന് മദ്യത്തിനെതിരെ പല നിയമങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം 1930-കളിൽ അമേരിക്ക മദ്യനിരോധനം കൊണ്ടുവന്നു. എന്നാൽ മദ്യത്തിനടിമപ്പെട്ട സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കാതെ 1939-കളിൽ അമേരിക്കക്ക് മദ്യനിരോധനം പിൻവലിക്കേണ്ടി വന്നു. കേരളത്തിൻ്റെ മണ്ണിൽ പോലും പല സർക്കാരുകളും കേരളത്തിൽ കടന്നു വരുമ്പോൾ മദ്യനിരോധനത്തിന് വേണ്ടി, മദ്യനിർമാർജനത്തിന് വേണ്ടി പല കാര്യങ്ങളും കൊണ്ടുവരുന്നു. പക്ഷേ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തുണ്ടാക്കി കൊണ്ടുവന്നൊരു പരിവർത്തനമുണ്ട്. ആർണോൾഡ് ടോയംബി തൻ്റെ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന ഗ്രന്ഥത്തിലൂടെ ലോകത്തോട് പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് മദ്യനിരോധനം കൊണ്ടുവരുമ്പോൾ ഇസ്ലാമിക നാഗരികതയിലുണ്ടായൊരു പരിവർത്തനം എങ്ങനെയായിരുന്നു? മദീനയുടെ തെരുവുകളിലൂടെ മദ്യത്തിൻ്റെ പുഴയൊഴുകിയെന്ന് പ്രിയമുള്ളവരെ മുസ്ലിമല്ല പറയുന്നത്, ആർണോൾഡ് ടോയംബി എന്ന വിഖ്യാത ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തുമ്പോൾ ഈ സമുദായത്തെയും നമുക്ക് മാറ്റാൻ സാധിക്കും. എങ്ങനെ? യഥാർത്ഥ ധാർമ്മികമായ മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇന്ന് അധികം ആളുകളും വളരെ ലാഘവത്തോടുകൂടെ കാണുന്ന ഒന്നാണ് ധാർമ്മിക മൂല്യം എന്നുള്ളത്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നുണ്ട്, ഈ ഉമ്മത്തിൻ്റെ തുടക്കം എന്തുകൊണ്ടാണോ പരിവർത്തിക്കപ്പെട്ടത്, അതുകൊണ്ട് മാത്രമേ ഈ ഉമ്മത്തിൻ്റെ അവസാനവും നമുക്ക് പരിവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമുദായത്തെ സംസ്കാരത്തിൻ്റെ ഉന്നതമായ തസ്തികയിലേക്ക് അവരെ കൊണ്ടുവന്നിട്ടുള്ളത് എങ്കിൽ ഈ സമുദായത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ നാം പ്രാധാന്യം കണ്ടെത്തുന്നുണ്ട്. എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കാൻ നാം തയ്യാറാണ്. എന്നാൽ പ്രിയമുള്ളവരെ, മദ്രസ പഠനത്തിന് വേണ്ടി, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി, ഹദീസുകൾ പഠിക്കുന്നതിന് വേണ്ടി അവരുടെ കാര്യത്തിൽ നാം ശ്രദ്ധ പുലർത്തുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി മാതാപിതാക്കൾ എന്ന നിലക്ക് നാം ചിന്തിക്കണം. കാരണം ഇത്തരം ബോധമൊന്നുമില്ലാതെ, റബ്ബിനെക്കുറിച്ച് ചിന്തയില്ലാതെ, മരണത്തെക്കുറിച്ച് ബോധമില്ലാതെ ഈ ദുനിയാവോടുകൂടെ ജീവിക്കുന്ന, ഈ ദുനിയാവോടുകൂടെ അവസാനിക്കുന്നതാണ് മനുഷ്യൻ്റെ ജീവനെന്ന് വിചാരിച്ച് അത്തരം ലിബറൽ ചിന്താഗതിയോടുകൂടെ ജീവിക്കുന്ന മക്കളാണ് പ്രിയമുള്ളവരെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ഇത്തരം മാതാപിതാക്കളെയോ മക്കളെയോ ഭാര്യയെന്നോ ഭർത്താവെന്നോ വ്യത്യാസമില്ലാതെ അറുകൊല ചെയ്യുന്നതിൻ്റെ പിന്നിൽ ലഹരിയാണ് വില്ലനായി മാറുന്നത് എങ്കിൽ അവരെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഒരേ ഒരു മാർഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, ധാർമ്മികമായ മൂല്യങ്ങൾ പഠിപ്പിക്കുക. അതിനാണ് ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് നടക്കുന്നുണ്ട്. CRE പോലെ, ടീൻ സ്പേസ് പോലെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് കോൺഫറൻസുകൾ നടക്കുന്നുണ്ട്, പ്രോഫ്കോൺ നടക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? അധാർമികതയിൽ കൂപ്പുകുത്തിയ സമുദായത്തെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരണം. അരാജകത്വങ്ങളിൽ കഴിയുന്ന, തിന്മകളിൽ വിരാജിച്ചു കൊണ്ടിരിക്കുന്ന സമുദായത്തെ യഥാർത്ഥ തൗഹീദിൻ്റെ മാർഗത്തിലേക്ക്, ഖുർആനിൻ്റെ വെളിച്ചത്തിലേക്ക്, ഉമ്മയാരാണെന്ന് തിരിച്ചറിയുന്ന, ഉപ്പയാരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരണം. ഇതാണ് ഇത്തരം പ്രോഗ്രാമുകൾക്ക് പിന്നിലുള്ള ലക്ഷ്യം. മാതാപിതാക്കളായ നമ്മൾ അതിന് കൃത്യമായ ഒരു റൂട്ട്, ഒരു പ്ലാൻ ഉണ്ടാക്കണം. അവർ ഏത് രൂപത്തിൽ വളർന്നു പോകണം. അല്ലാതെ ചെറുപ്പകാലങ്ങളിൽ ശ്രദ്ധിക്കാതെ വലുതായിട്ട് അവർ പറഞ്ഞാൽ കേൾക്കാത്തൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല. കൊടുക്കേണ്ടുന്ന സമയത്ത് കൊടുക്കണം. പ്രസവിക്കാൻ കാരണമായി എന്നത് കൊണ്ട്
ഒരു ഉമ്മ യഥാർത്ഥ മാതാവായി തീരുന്നില്ല. എന്നാൽ അതിന് കാരണക്കാരനായി തീർന്നു എന്നത് കൊണ്ട് ഒരു ഉപ്പയും യഥാർത്ഥ പിതാവായി തീരുന്നില്ല. മറിച്ച് മക്കൾക്ക് നൽകേണ്ടുന്നത് നൽകേണ്ട സമയത്ത് നൽകേണ്ട രൂപത്തിൽ കൊടുക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. അത് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ ഖുർആനുണ്ടായ പരിവർത്തനം സാധ്യമാകണമെങ്കിൽ അതിലേക്ക് ആഴ്ന്നിറങ്ങണം. ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ചരിത്രം നമുക്കറിയാം. ജീവിതത്തിൽ ഒരിക്കൽ പോലും വ്യഭിചരിക്കാതെ കിടന്നുറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോലും ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മാറിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വീടിന് ലക്ഷ്യമാക്കി ഇറങ്ങി. ആ വീടിൻ്റെ മുമ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവിടെ നിന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്ത് ഇങ്ങനെ കേൾക്കുകയാ. അലം യഅ്നിനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടിട്ട് റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ? ഖുർആനിൻ്റെ പാന്താവിലൂടെ, യഥാർത്ഥ സൽപാന്താവിലൂടെ കടന്നു വരാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം വരുമ്പോൾ പ്രിയമുള്ളവരെ ആലോചിക്കുകയാ, ഇതെനിക്കെൻ്റെ ജീവിതത്തിൽ പുലർത്താനുള്ളതാണല്ലോ എന്നൊരു തിരിച്ചറിവാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെ തുടങ്ങി ഒട്ടനേകം ആയത്തുകൾ നമുക്കറിയാം. ഇതെല്ലാം അറിയണമെങ്കിൽ കേവലം പാരായണത്തിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ ആസ്വാദനം കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈ വിശുദ്ധ ഖുർആൻ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ നിങ്ങൾ തദബ്ബുർ നടത്തണം. അതിൻ്റെ ആശയതലങ്ങളിലൂടെ കടന്നു പോകണം. പരിഭാഷകൾ നമ്മുടെ മുമ്പിലുണ്ട്, തഫ്സീറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു തവണയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല 6236 കനപ്പെട്ട മെസ്സേജുകൾ നമ്മുടെ കൈകളിലേക്ക് എന്നവതരിപ്പിച്ചതാ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ച മെസ്സേജ്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് വന്നാൽ, അത് വാട്സപ്പിലാകട്ടെ, ഫേസ്ബുക്കിലാകട്ടെ, ഇൻസ്റ്റഗ്രാമിലാകട്ടെ, സോഷ്യൽ മീഡിയയിലൂടെ ഒരു മെസ്സേജ് വന്നാൽ അത് തുറന്ന് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രയാസം. കാരണം എന്താ? ഓൻ എന്താണ് എന്നോട് പറഞ്ഞത്? അവൻ എന്തായിരിക്കും എനിക്ക് കൈമാറുന്ന മെസ്സേജ്? എന്തായിരിക്കും അവൻ എന്നോട് പറയുന്നത് എന്നത് മനസ്സിലാക്കാനുള്ള ധൃതിയാണ് നമുക്ക്. വേഗം തുറന്നു നോക്കും, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നാം ശ്രദ്ധിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, ഒന്നാലോചിച്ച് നോക്കി, 10 മണിക്കൂറും 8 മണിക്കൂറും 7 മണിക്കൂറും സ്ക്രീൻ ടൈം ഉള്ളവർ നമുക്കറിയാം. നമ്മുടെ മൊബൈൽ ഫോൺ 4 മണിക്കൂർ വരെ നാം ഉപയോഗിക്കുന്നു. എന്നാൽ ആ വിശുദ്ധ ഖുർആൻ എൻ്റെ കൈകളിൽ എത്ര തവണ ഞാൻ തുറന്നു നോക്കുന്നുണ്ടെന്ന് വായിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ മുൻഗാമികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ റമളാനിലൂടെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ 3 ദിവസം കൊണ്ട് ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തിരുന്നവർ, 1 ദിവസം കൊണ്ട് ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തിരുന്നവർ, 5 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നവർ, റമളാനിൽ മാത്രമല്ല റമളാൻ അല്ലാത്ത മാസങ്ങളിൽ പോലും വിശുദ്ധ ഖുർആൻ കയ്യിൽ നിന്ന് വെക്കാതെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നവർ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? എങ്ങനെ ഇത്ര മണിക്കൂറൊക്കെ വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് ഓതാൻ സാധിക്കുന്നു? മടുപ്പ് വരൂലേ? ഇതേ ചോദ്യം നമ്മുടെ ഈ ഒരു ജനറേഷനോടൊന്ന് ചോദിച്ചു നോക്കി. മണിക്കൂറുകളോളം മൊബൈൽ ഫോണുകളിൽ കഴിക്കുന്ന, ഇൻസ്റ്റഗ്രാമിൻ്റെ റീൽസിലൂടെ, യൂട്യൂബിൻ്റെ ഷോർട്സിലൂടെ, ഫേസ്ബുക്കിൻ്റെ സ്റ്റോറികളിലൂടെ, സ്റ്റാറ്റസുകളിലൂടെ സമയം കളയുന്ന നമ്മെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. മണിക്കൂറുകൾ. ഒരു വ്യക്തി നമ്മോട് ചോദിക്കുക, മണിക്കൂറുകളോളം എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ ചെലവഴിക്കാൻ സാധിക്കുന്നത്? അതിൽ നാം ആസ്വാദനം കണ്ടെത്തുന്നു, അതിലൂടെ നാം ആസ്വാദനം കണ്ടെത്തുന്നു. അതുകൊണ്ട് മടുപ്പ് തോന്നുന്നില്ല, ചടവില്ല, യാതൊരു വിധത്തിലുള്ള ക്ഷീണവുമില്ല. ഇതായിരുന്നു മുൻഗാമികൾക്കും പറയാനുള്ളത്. അവർ വിശുദ്ധ ഖുർആനിൽ ആസ്വാദനം കണ്ടെത്തി, അതിൻ്റെ പാരായണത്തിൽ ആസ്വാദനം കണ്ടെത്തി. ആ വിശുദ്ധ ഖുർആനിൻ്റെ ആശയതലങ്ങളിലൂടെ കടന്നു പോകുന്നതിൽ അവർ ആസ്വാദനം കണ്ടെത്തുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഒരു മടുപ്പ് തോന്നിയില്ല, ക്ഷീണം തോന്നിയില്ല. ആ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ച് അതിനത്രയും പവിത്രതയുണ്ട് പഠിക്കുന്നതിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും
സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നഷ്ടം ഭവിക്കാത്ത കച്ചവടമാ. നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമാ. നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാ? ഒരുപാട് സമ്പത്തുള്ളവൻ എന്നല്ല പറഞ്ഞത്, വലിയ വാഹനത്തിൽ സഞ്ചരിക്കുന്നവനല്ല, ലക്ഷങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവനല്ല, മറിച്ച് ആരാ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിക്കുന്നവനാണ്, അത് പഠിപ്പിക്കുന്നവനാ. ഓരോ ഹർഫിനും കൂലിയ, ഓരോ ഹർഫിനും 10 ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഈ രൂപത്തിൽ പാരായണം ചെയ്യുമ്പോഴാണ് നാളെ പരലോകത്ത് എത്തി നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകമുണ്ട് മുമ്പിൽ. ഖുർആന് കടന്നു വരുന്നുണ്ട്. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണേ. ആ ഖുർആൻ കടന്നു വരുന്നുണ്ട്. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി. അത് പാരായണം ചെയ്ത വ്യക്തിക്കുണ്ടല്ലോ ശുപാർശകനായി വിശുദ്ധ ഖുർആൻ കടന്നു വരുമെന്ന് ലോകത്തിൻ്റെ സട്ടാവ് പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തരുമ്പോൾ, നാളെ പരലോകത്ത് ചില ആളുകൾ കടന്നു വരുന്നുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചു തരികയാ. അല്ലാഹു പറയുന്നുണ്ട്, ഇഖ്റ വർതഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയാ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. ഓതി ഓതി അങ്ങനെ കയറിപ്പോയിക്കോ. നിന്റെ പദവി എവിടെയാണ്? സ്വർഗത്തിൽ നിന്റെ പദവി എവിടെയാ? ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയ. നീ ഓതി അവസാനം എത്തുന്ന ആയത്ത് എവിടെയാണോ അവിടെയാണ് നിന്റെ പദവി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുമ്പോൾ, പ്രിയമുള്ളവരെ, ഖബറിൽ വെളിച്ചം നാം ആഗ്രഹിക്കുന്നുണ്ടോ? സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഖബറിൽ ഖുർആനിനെ കുറിച്ച് ചോദ്യം വരുമ്പോൾ, ഖറഅതു കിതാബല്ലാഹ് വആമൻതു ബിഹി വതസദ്ദഖതു. ഖുർആൻ ഞങ്ങൾ പാരായണം ചെയ്തിരുന്നു നാദാ, അതനുസരിച്ച് ജീവിതത്തിൽ അനുസരിച്ച് പാലിച്ച് ജീവിച്ചിരുന്നു റബ്ബേ എന്ന് പറയാൻ പ്രിയമുള്ളവരെ ഖുർആനുമായി അടുപ്പമുണ്ടോ? അതോ ഖുർആനിൽ നിന്ന് വിമുഖത കാണിക്കുന്നവരാണോ? നാളെ പരലോകത്ത് പ്രവാചകൻ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. വഖാലർ റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എൻ്റെ സമുദായമുണ്ടല്ലോ, എൻ്റെ ഉമ്മത്തുണ്ടല്ലോ, ഈ ഖുർആനിനെ അവഗണനയോടുകൂടെ തള്ളിക്കളഞ്ഞു നാദാ. അതെടുത്തൊന്ന് പാരായണം ചെയ്തില്ല, അതിൻ്റെ ആശയതലങ്ങളിലൂടെ കടന്നുപോയില്ല, അതിൻ്റെ പരിഭാഷ പോലും എടുത്ത് പാരായണം ചെയ്യാൻ അവന് സമയം കണ്ടെത്തിയില്ല. ആഴ്ചതോറും നടക്കുന്ന QHLS ഉണ്ടായിട്ടും ഒരുപാട് തിരക്കുകൾ പറഞ്ഞുകൊണ്ട്, ദുനിയാവിൻ്റെ തിരക്കുകൾ പറഞ്ഞ് അതിൽ നിന്ന് വിട്ടു നിന്നു നാദാ. ആ രൂപത്തിൽ പ്രവാചകൻ ചില ആളുകളെ കുറിച്ച് അവിടെ നിന്ന് പരാതി പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ സട്ടാവ് പറയുന്നുണ്ട്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. ഖുർആനിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട്, അത് പാരായണം ചെയ്യാതെ അതിൽ നിന്ന് തലതിരിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യനുണ്ടോ? ഫഇന്ന ലഹു മഈശതൻ ദൻകാ. വീട്ടിൽ പ്രയാസമായിരിക്കും, സാമ്പത്തികമായി പരാധീനതകളാ, വിട്ടുമാറാത്ത രോഗങ്ങളല്ലേ. നിർത്തിയില്ല, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. പ്രിയമുള്ളവരെ, വരാനിരിക്കുന്ന ഭയാനകരമായൊരു ദിവസത്തെ വിസ്മരിക്കാൻ സാധിക്കുമോ? തള്ളിപ്പറയാൻ സാധിക്കുമോ? പ്രവാചകൻ പറയുന്നുണ്ട്, ആ കാഹളത്തിലൂടെ ഊതുമ്പോൾ, വനുഫിഖ ഫിസ്സൂരി ഫസഇക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മാ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون.
ഒരു നാട്ടക്കുറിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടിപ്പോകുന്നത് പോലെ ലോകത്തിൻ്റെ സട്ടാവിൻ്റെ മുമ്പിലേക്ക് മനുഷ്യൻ ഓടി വരുന്നൊരവസ്ഥ വരുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അന്ധനായിക്കൊണ്ട് റബ്ബിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാ. പ്രിയമുള്ളവരെന്ന് ആലോചിക്കിൻ, മലപ്പുറത്തിൻ്റെ ഖബർസ്ഥാനുകളിൽ നിന്ന് ലോകത്തിൻ്റെ സട്ടാവിൻ്റെ മുമ്പിലേക്ക് അന്ധനായി പോകേണ്ടുന്നൊരവസ്ഥ ജീവിതത്തിലൂടെ കടന്നു വന്നാൽ അവൻ റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, ഖാല റബ്ബി ലിമ ഹസർതനീ അഅമാ വഖദ് കുൻതു ബസീറാ. അല്ലാഹുവേ, നല്ല രൂപത്തിൽ കണ്ണു കാണാൻ സാധിക്കുമായിരുന്നല്ലോ, ദുനിയാവിൻ്റെ ആസ്വാദനങ്ങൾ ഞാൻ കണ്ടിരുന്നു, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ ഞാൻ കണ്ടിരുന്നു, ഹറാമായ പലതും ഞാൻ നോക്കിയിരുന്നല്ലോ. എന്നാൽ വിശുദ്ധ ഖുർആനിനോടൊന്ന് വിമുഖത കാണിച്ച മനുഷ്യനുണ്ട്. അവൻ അവിടെ നിന്ന് പറയുകയാണ്, റബ്ബി ലിമ ഹസർതനീ അഅമാ വഖദ് കുൻതു ബസീറാ. നല്ല രൂപത്തിൽ കാണാൻ സാധിക്കുമായിരുന്ന എന്നെ എന്തുകൊണ്ടാണ് റബ്ബേ അന്ധനായി കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ റബ്ബ് പറയുന്നുണ്ട്, ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ റബ്ബ് പറയുന്നുണ്ട്, മനുഷ്യ, നീ പറഞ്ഞത് സത്യമാ, നിനക്ക് കണ്ണ് കാണാൻ സാധിക്കുമായിരുന്നു, എന്നാലോ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കേൾക്കുമ്പോൾ അതിൽ നിന്ന് തലതിരിച്ചു കളഞ്ഞു, ക്ലാസ്സുകളിൽ പങ്കെടുത്തില്ല, പാരായണം ചെയ്തില്ല, ഒരു റമളാന് പോലും ജീവിതത്തിലൂടെ ലഭിച്ചിട്ട് ആ ഖുർആനിൻ്റെ അർത്ഥതലങ്ങളിലൂടെ ഒരു തവണ പോലും പാരായണം ചെയ്ത് കടന്നു പോകാൻ നിനക്ക് സാധിച്ചില്ല, അതുകൊണ്ട് ഞാനും ഇതാ നിന്നെ മറന്നിരിക്കുന്നു. അത്തരമൊരവസ്ഥ ജീവിതത്തിൽ വന്നാൽ പ്രിയമുള്ളവരെ പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവസരത്തെ ഉപയോഗപ്പെടുത്തണം. പരമാവധി ഖുർആനുമായി ബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കണം. നാം പഠിക്കുന്ന കാര്യം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ ഭാര്യയുടെ കാര്യം, ഉമ്മയുടെ ഉപ്പയുടെ എല്ലാവരുടെയും കാര്യം നാം ശ്രദ്ധിക്കണം. മനഃപ്പാടമാക്കാൻ നമ്മുടെ മക്കളെ ഹിഫ്ള് സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റും. അതിൽ കൊണ്ടുപോയാക്കി അതിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് ഹാഫിദിനുള്ള ശ്രേഷ്ഠതകൾ ഒരുപാട് പ്രവാചകൻ്റെ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പരമാവധി മനഃപ്പാടമാക്കുക. നമ്മളിൽ അധിക പേരും ചെറുപ്പകാലങ്ങളിൽ മദ്രസകളിൽ പഠിച്ച ചെറിയ ചെറിയ സൂറത്തുകൾ മാത്രമാണ് ഇന്ന് നമുക്ക് ഓർമ്മയുള്ളത്. അതിലും പലതും നാം മറന്നുപോയി. പ്രിയമുള്ളവരെ, അതൊക്കെ ഒന്ന് വീണ്ടെടുക്കാനുള്ളൊരവസരമാക്കി ഈ റമളാനിനെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കേവലം നമസ്കാരങ്ങൾ ഓതുന്ന സൂറത്തുകളെങ്കിലും അർത്ഥം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. കേവലം ഒരു യാന്ത്രികതയിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയാകരുത് നമ്മുടെ നമസ്കാരങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യനിരോധനത്തിൻ്റെ ആയത്തിറങ്ങുമ്പോൾ ആ സമുദായത്തെ ആദ്യമായി തന്നെ മദ്യം നിരോധിച്ചു കൊണ്ടല്ല ആയത്തിറങ്ങുന്നത്, ഘട്ടം ഘട്ടമായി നിരോധിക്കുകയാണ്. ആദ്യം അവരോട് പറഞ്ഞ് നമസ്കാരത്തിലേക്ക് വരുമ്പോൾ മദ്യം ഉപയോഗിക്കരുത്. കാരണം എന്താ പറഞ്ഞത്? ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കൂല. ഇങ്ങനെ പറയുന്നുണ്ടാകും, ഫാത്തിഹ ഓതുന്നുണ്ടാവും, സൂറത്ത് ഓതുന്നുണ്ടാവും, പക്ഷെ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇന്ന് നമ്മിലെ അധിക ആളുകളുടെയും നമസ്കാരം അത് രൂപത്തിലാണ്. അവൻ ഫാത്തിഹ ഓതുന്നുണ്ട്, അതിൻ്റെ അർത്ഥം അറിയില്ല. ചെറിയ ചെറിയ സൂറത്തുകളുടെ അർത്ഥം പോലും മനസ്സിലാക്കാൻ നാം ശ്രദ്ധ കാണിച്ചില്ല എങ്കിൽ പ്രിയമുള്ളവരെ നാളെ പ്രയാസപ്പെടേണ്ടി വരുമെന്നോർത്തുകൊണ്ടെങ്കിലും ഇത്തരം അവസരം ലഭിക്കുന്നതിന് ഉപയോഗപ്പെടുത്തണം. ആളുകളെല്ലാം മരിച്ചു പോകുന്ന സമയത്തും റബ്ബിൻ്റെ മുമ്പിലെത്തിയിട്ടും അവൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, കുറച്ചവസരം നൽകുമോ? നരകത്തിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനും റബ്ബിനോട് ചോദിച്ചു നോക്കും, വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ, അല്ലാഹുവേ ഈ നരകത്തിൽ നിന്നൊന്ന് പുറത്തു കൊണ്ടുവരൂ, നഅമൽ സ്വാലിഹാ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ള റബ്ബേ, ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇന്നേവരേക്കും ഞാൻ ചെയ്യാത്ത ഒരുപാട് കർമ്മങ്ങളുണ്ട്, ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടും മനസ്സിലാക്കിയിട്ടും ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ ഞാൻ വിട്ടു, ആ ഖുർആനൊന്ന് പാരായണം ചെയ്തില്ല,
തഹജ്ജുദുകളിലെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ഒരുപാട് തിന്മകളാണ് റബ്ബേ. അതിൽ നിന്നെല്ലാം ഒന്ന് പാപമോചനം നടത്താൻ, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ, ഒരു അൽഹംദുലില്ലാഹ് ചൊല്ലാൻ എനിക്ക് അവസരം നൽകുമോ എന്ന് റബ്ബിനോട് കേണ് ചോദിക്കും മനുഷ്യൻ. പ്രിയമുള്ളവർ, ഒരിക്കലുമില്ല. അത് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ ഖുർആനുമായി കൂടുതലെടുത്ത് ഖുർആനിൻ്റെ ആളുകളായി നാളെ പരലോകത്ത് ഖുർആൻ ശുപാർശകനായി വരുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. അതിന് പ്രാർത്ഥിക്കണം. റമളാൻ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം, അതുമായി കൂടുതൽ ഹൃദയബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കണം. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കാൻ അവസരം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് റബ്ബിൻ്റെ അടുത്ത് ന്യായം പറയാൻ നമുക്ക് സാധിക്കില്ല. ഒട്ടനേകം അവസരങ്ങളുണ്ട്, എല്ലാം ഉപയോഗപ്പെടുത്തി. ഇങ്ങനെ ഓതാൻ കഴിയാതെ തപ്പിയാണ് നാം ഓതുന്നതെങ്കിലും, പ്രയാസപ്പെട്ടാണ് നാം ഓതുന്നതെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? അവന് ലഹു അജ്റാൻ, അവന് 2 പ്രതിഫലം ഉണ്ടെന്ന്, ഒന്നിനും കുറവ് വരുത്തില്ല. അതെല്ലാം തിരിച്ചറിഞ്ഞ് പരമാവധി ഖുർആനുമായി ബന്ധം പുലർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നത് വരേക്കും ഖുർആനിൻ്റെ അഹ്ലുകാരായി ജീവിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ലോകത്തുനിന്ന് വിട പറഞ്ഞ് പോകാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.